ആരെയും വിശ്വസിക്കാത്ത ചില നക്ഷത്രക്കാരുണ്ട്. ആ ചില നക്ഷത്രക്കാരെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ചില നക്ഷത്രക്കാരെ ആരെയും പെട്ടെന്ന് വിശ്വസിക്കില്ല. ചിലർ പെട്ടെന്ന് അങ്ങോട്ട് വിശ്വസിക്കും. ഈ പെട്ടെന്ന് വിശ്വസിക്കുന്നത് ഇവര് തന്നെ പിന്നെ പെട്ടെന്ന് ഇവരിൽ നിന്ന് അകന്നും പോയെന്നും വരാം. അപ്പൊ ചില നക്ഷത്രക്കാര് പെട്ടെന്ന് വിശ്വസിക്കും, ചിലവർ പെട്ടെന്ന് വിശ്വസിക്കില്ല. പെട്ടെന്ന് വിശ്വസിക്കുന്നവർ പെട്ടെന്ന് അകന്നും പോകുന്നും വരാം. അപ്പൊ അങ്ങനെയുള്ള ചില നക്ഷത്രക്കാരാണ്. അപ്പൊ അതേപോലെ തന്നെ ആരെയും വിശ്വസിക്കാത്ത ഞാൻ ഇനി പറയുന്ന ചില നക്ഷത്രക്കാർ മാത്രമല്ല, അല്ലാത്തവരും ഉണ്ടാവും കേട്ടോ. ഇവര് മാത്രമാണെന്ന് ആരും ധരിക്കരുത്. എന്നാൽ ഈ പറയുന്ന നക്ഷത്രക്കാരെല്ലാവരും ആരെയും വിശ്വസിക്കാത്തവരാണ് എന്നും ധരിക്കരുത്. ഇത് കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങളാണ് ഞാൻ പറയുന്നത്. അതായത് മൂലം നക്ഷത്രക്കാര്, തൃക്കേട്ട നക്ഷത്രം, ചതയം നക്ഷത്രം, ഉത്രം നക്ഷത്രം, വിശാഖം നക്ഷത്രം, പൂരുരുട്ടാതി നക്ഷത്രം, ആയില്യം നക്ഷത്രം, രേവതി നക്ഷത്രം. ഈ നക്ഷത്രക്കാർ ആരെയും വിശ്വസിക്കാൻ സാധ്യത കുറവാണ്. അവർക്ക് അങ്ങനെ പെട്ടെന്ന് ആരും അവരെ വിശ്വസിക്കില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നക്ഷത്രക്കാര് എല്ലാവരും ഇങ്ങനെ ആകണമെന്നൊന്നുമില്ല കേട്ടോ. ഭൂരിപക്ഷം പേരും അങ്ങനെ ആകാനാണ് സാധ്യത. അപ്പൊ അതുപോലെ തന്നെ അതേപോലെ ഈ നക്ഷത്രക്കാരാണ് അവർ പരോപകാരികളും കൂടിയാണ്. നക്ഷത്രക്കാർ പരോപകാരികളാണ്, ഒരാളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നവരുമാണ്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ആരും വിശ്വസിച്ചില്ല എന്നവര് വിചാരിച്ച് ഇവര് ആക്കുമൊന്നും ഒരു ഉപകാരവും ചെയ്യാത്തവരാണെന്ന് ധരിക്കരുത്. അവർ പരോപകാരികളാണ്, മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നവരുമാണ്. ദയയും പുണ്യവും ഇവർക്ക് ഉണ്ട്. ഇവർ പലരെയും സഹായിക്കുകയും ചെയ്യും. അത് ഇവർക്കുള്ള ഒരു സ്വഭാവ ഗുണമാണ്. ഇവർ പലരെയും സഹായിച്ചെന്നും വരാം. എന്നാൽ ഒന്ന് ചിന്തിച്ചിട്ടേ അവർ മറ്റൊന്ന് ചെയ്യും. അങ്ങനെയുണ്ട്. പെട്ടെന്ന് നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലല്ലെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഒന്ന് ചിന്തിച്ചിട്ടേ മറ്റൊന്ന് ചെയ്യും. അതുകൊണ്ട് ചില ശത്രുക്കളും ഇവർക്കുണ്ടാവും. ഈ നക്ഷത്രക്കാർക്ക് കുറച്ച് ശത്രുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചില സന്ദർഭങ്ങളിൽ ദേഷ്യക്കാരാകാനും ഇവർക്ക് കഴിയും. ചില സന്ദർഭത്തിൽ ഇവർ ദേഷ്യക്കാരും ആവും. ഇതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ആകണമെന്നില്ല. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് അങ്ങനെ എല്ലാവരും ആകണമെന്നില്ല കേട്ടോ. അപ്പൊ അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് ചില നക്ഷത്രക്കാരിലാണ് ഇത് കൂടുതലായി കാണുന്നത്.